ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഭാവമൊന്നുമില്ലേ? ഭാവം ഉണ്ടാകുമ്പോഴേ അറിയിക്കാം. ഏതായാലും വന്ന സ്ഥിതിക്ക് രണ്ടാളും ഊണും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. എനിക്കിത്തിരി ധൃതിയുണ്ട്. ഞാൻ ഇറങ്ങും അമ്മേ. അതെ സാർ. എന്തൊക്കെയാടോ താനീ പറയുന്നേ? കേസ് നമ്മൾ ജയിച്ചല്ലേ? വക്കീൽ ആവശ്യപ്പെട്ട ഫീസ് നമ്മൾ കൊടുത്തു, വീഡിയോ പാർട്ടി നടത്തി. അതിന്റെ പേരിൽ ആരും അപ്പീല് പോകുന്ന പ്രശ്നമില്ല എന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ വീണ്ടും അന്വേഷണം നടത്തുന്നോ? ആരോടോ ഇതിന്റെ പിന്നിൽ? അതറിയില്ല സാർ. അടുത്ത ഇലക്ഷൻ ജയിച്ചാൽ സാറിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പാർട്ടിക്കാർ പ്രചരണം നടത്തുന്നില്ലേ? അതാണ് പ്രശ്നമായത്. സാറ് മന്ത്രിയാവുന്നതിൽ എതിർപ്പുള്ള ആരോ ആണ് അന്വേഷണം കുത്തിപ്പൊക്കുന്നത്. സാർ, സത്യം പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത്. സാറിന്റെ നല്ല കാലമൊക്കെ അസ്തമിച്ചെന്നാണ് തോന്നുന്നത്. ഇറങ്ങിപ്പോടോ. അല്ല, ഞാൻ നറും പാലിൽ കൽക്കണ്ടം കലർത്തിയ മധുരമാണ് ഇവളുടെ ഹൃദയത്തിന്. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. ദീർഘസുമംഗലി ഭവ. വന്ദനമ്മേ, കുറുപ്പ് മുത്തശ്ശന്റെ വീട്ടിലെ കാറ് വന്നു. ഇത് പിടിച്ചോ, മറ്റേ ഞാൻ എടുത്തോണ്ട് വരാം. മോളെ, ഇത് നോക്ക്, കുറച്ച് കളിപ്പാട്ടങ്ങളാ. നോക്കി മോളെ, ഇത് കുറച്ച് വീട്ടു സാധനങ്ങളാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ. ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്. ഇവിടുത്തെ താമസമൊക്കെ സുഖമാണോ മോളെ? കുഴപ്പമില്ല അമ്മേ. അയൽക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാ. ഓ, മോള് ഹാപ്പി ആണല്ലോ. എനിക്ക് കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ. ഓഹോ, അപ്പം മോളെ അടിച്ചു പൊളിക്കാണല്ലോ. പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ? എങ്കിലേ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. വീടും പരിസരമൊക്കെ കലക്കേട്ടുണ്ടല്ലോ. ഒരു ഷൂട്ടിംഗ് പ്ലേസ് പോലെ ഉണ്ട്. കളിയാക്കാതേട്ടാ, പാവങ്ങളൊന്നും ജീവിച്ചു പൊക്കോട്ടെ. അമ്മേ, വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. നീ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നിന്റെ അച്ഛന് മിണ്ടാട്ടോ ഉരിയാട്ടോ ഒക്കെ തീരെ കുറവാ. നല്ല സങ്കടമുണ്ട്. പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ജഗ, നീ ഇപ്പൊ വീടൊന്നും മാറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പച്ചി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് എനിക്കറിയില്ലേ? ഡമ്പും തലക്കനവും ഒക്കെ കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അവര് പറയുന്നതൊക്കെ വേദവാക്യാണെന്ന് അങ്ങ് അംഗീകരിച്ചു കൊടുത്താ ഒരു പ്രശ്നവുമില്ല, അല്ലേ അമ്മേ? അത് ശരിയാ.
അപ്പച്ചിയുടെ ഏത് വാക്കും ഏട്ടനും ഏട്ടത്തേക്കും വേദവാക്യമാണല്ലോ. അല്ല, അത് പിന്നെ നീ എവിടുന്ന് പൊടിയും തട്ടി ഇറങ്ങത്തക്ക വിധം ഒരു കാര്യമില്ലായിരുന്നു. അപ്പച്ചി അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ. കുറച്ച് നടന്ന് സഹിച്ചാ പോരായിരുന്നില്ലേ? അവരെന്ത് പറഞ്ഞാലും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞങ്ങ് നിൽക്കുക. പ്രശ്നം അവിടെ തീർന്നില്ലേ? വന്ദനയുടെ കാര്യം പോട്ടെ, എട്ടും പൊട്ടും തിരിയാത്ത ഈ ദിയമോളെ വരെ ശാപദോഷക്കാരിയാക്കിയില്ലേ? അതും ജോലിസിന് കൈക്കൂലി കൊടുത്ത്. ഇതൊക്കെ നിസ്സാര കാര്യമാണോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയുടെ കാര്യത്തിൽ മനസ്സ് നോണമെങ്കിൽ ഒരു കുട്ടിയുടെ അച്ഛനായിരിക്കണം. മക്കളില്ലാത്തവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. നിർത്തടാ. ഇത് കേട്ടാത്തൊന്നും ഇവിടെ നിന്റെ സ്വന്തം കുട്ടിയാണെന്ന്. വല്ലവന്റെ കുട്ടിയെ പറ്റി ഇല്ലാത്തത് പറഞ്ഞാ നിനക്കെന്താണ് എത്ര നോവാൻ? ജിതേന്ദ്ര, നീ വന്നത് വീണ്ടും വഴക്കിടാൻ വേണ്ടിട്ടാണോ? അല്ലെങ്കിലും വഴക്കിടാനൊന്നും എനിക്ക് നേരെയല്ലമ്മേ. വിയർക്കാതെ 3 നേരം വെട്ടി വിഴുങ്ങുന്ന കാലമൊക്കെ പോയി. എനിക്ക് ജോലിക്ക് പോണം. സമയമായി. ജഗ, നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഭാവമൊന്നുമില്ലേ? ഭാവം ഉണ്ടാകുമ്പോഴേ അറിയിക്കാം. ഏതായാലും വന്ന സ്ഥിതിക്ക് രണ്ടാളും പൂണും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. എനിക്കിത്തിരി ധൃതിയുണ്ട്. ഞാൻ ഇറങ്ങും അമ്മേ.